എന്നും വിചിത്ര പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടുന്ന ഒരാളാണ് ബോളിവുഡിന്റെ ക്വീനായ സ്വന്തം കങ്കണ. ഇപ്പോഴിതാ മഹാത്മാഗാന്ധിയെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി നടിയും BJP MPയുമായ കങ്കണ റണാവത്ത്. ദേശ് കെ പിതാ നഹി ദേശ് കെ തോ ലാൽ ഹോത്തെ ഹെ, ധന്യ ഹെ ഭാരത് മാ കെ യാ ലാൽ. രാജ്യത്തിന് പിതാക്കന്മാരില്ല, അതിന് മക്കളുണ്ട്. ഭാരതമാതാവിന്റെ ഈ പുത്രന്മാർ ഭാഗ്യവാന്മാർ. റണാവത്ത് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ ഇങ്ങനെയാണ് പങ്കുവച്ചത്. തുടർന്നുള്ള പോസ്റ്റിൽ ഇന്ത്യയിലെ ശുചിത്വത്തിനായുള്ള ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ പ്രശംസിച്ചു. പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് മനോരഞ്ജൻ കാലിയ റണാവത്തിന്റെ പുതിയ പരാമർശങ്ങളെ വിമർശിച്ചു. ഗാന്ധിജിയുടെ 155ാം ജന്മവാർഷികത്തിൽ കങ്കണ റണാവത്ത് നടത്തിയ പരാമർശങ്ങളെ ഞാൻ അപലപിക്കുന്നു. തന്റെ ഹ്രസ്വ രാഷ്ട്രീയ ജീവിതത്തിൽ അവർ വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ശീലം വളർത്തിയെടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാലിയ ഇങ്ങനെയാണ് പറഞ്ഞത്: രാഷ്ട്രീയം അവരുടെ മേഖലയല്ല. രാഷ്ട്രീയം ഗൗരവമുള്ള കാര്യമാണ്. സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കണം. അവരുടെ വിവാദ പരാമർശങ്ങൾ പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റിന്റെ വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. ഗാന്ധിയെക്കുറിച്ചുള്ള റണാവത്തിന്റെ പരാമർശം അനുചിതമാണെന്ന് അവർ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിലാണ് BJP MP കങ്കണ ഈ മോശം പരിഹാസം നടത്തിയത്. ഗോഡ്സെ ആരാധകർ ബാപ്പുവും ശാസ്ത്രിജിയും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നു. തന്റെ പാർട്ടിയുടെ പുതിയ ഗോഡ്സെ ഭക്തനോട് നരേന്ദ്രമോദി പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുമോ? രാജ്യത്തിന് രാഷ്ട്രപിതാവും മക്കളും രക്തസാക്ഷികളുമെല്ലാം ഉണ്ട്. എല്ലാവരും ബഹുമാനം അർഹിക്കുന്നു. എക്സിൽ ഒരു പോസ്റ്റിൽ ശ്രീനേറ്റ് പറഞ്ഞു.